discuss some problems. നമ്മൾ ട്രിപ്പിൾ ഇൻ്റഗ്രലിൻ്റെ ആപ്ലിക്കേഷനുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ വോളിയം കാണാനുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദ വോളിയം ഓഫ് ദ ടെട്രാഹെഡ്രൻ വിത്ത് വെർട്ടിസസ് 0 0 0 1 1 0 0 1 0 ആൻഡ് 0 1 1. അപ്പോൾ 4 വെർട്ടിസസ് ഉള്ള ടെട്രാഹെഡ്രന്റെ വോളിയം ആണ് കണ്ടുപിടിക്കുന്നത്. ടെട്രാഹെഡ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സൈഡും ട്രയാങ്കിൾ ഷേപ്പുള്ള ഒരു എന്താ 3 ഡയമെൻഷണൽ സ്പേസിലുള്ള ഒരു സാധനമാണ്. അപ്പോൾ അത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സ്കെച്ച് ചെയ്യാം. 3 ഡയമെൻഷനിലുള്ള ഈ എന്താണ് നമ്മുടെ ഡി എന്ന് പറയുന്ന റീജിയൻ എന്ന് പറയുന്നത് ടെട്രാഹെഡ്രൻ ആണ്. അപ്പോൾ എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ് വരയ്ക്കുക, പോയിന്റുകൾ മാർക്ക് ചെയ്യുക, അത് ജോയിൻ ചെയ്തുകൊണ്ട് നമ്മൾ ടെട്രാഹെഡ്രൻ വരയ്ക്കുക. അപ്പോൾ ഇത് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ്. അപ്പോൾ നമുക്ക് ഓരോ പോയിന്റുകളായിട്ട് മാർക്ക് ചെയ്യും. 0 0 എന്ന് പറഞ്ഞാൽ 0 0 0 എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ് 0 0 0. അടുത്ത പോയിന്റ് 0 1 0. അപ്പൊ ഇത് ഇവിടെ എല്ലാത്തിലും 1 എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക. ഏകദേശം ഒരേ ഡിസ്റ്റൻസ് വരാൻ വേണ്ടി ഞാൻ ഇവിടെ ചെയ്തു. ഇവിടെ അടുത്തത് ഇവിടെ. അപ്പൊ 0 1 0 എന്ന് പറഞ്ഞാൽ y 1 ആയിട്ടുള്ളത് ഇവിടെ അല്ലേ. 0 1 0 എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ്. അടുത്തത് 1 1 0 എന്ന് പറഞ്ഞ പോയിന്റ് ഏതാ? അവിടെ എക്സും വൈയും 1 ആണ്, സെഡ് മാത്രം 0 ഉള്ളൂ. അപ്പൊ അതിന് മുന്നേ നമുക്ക് ബാക്കിയുള്ള പോയിന്റ്സ് മാർക്ക് ചെയ്യാം. 0 1 1 പറഞ്ഞ പോയിന്റ്. അപ്പൊ എക്സ് അവിടെ 0 ആണ്, വൈയും സെഡും 1 ആണ്. അപ്പൊ വൈയും സെഡും 1 ആയിട്ടുള്ള ആ പോയിന്റ് ഏതാ? ഇതാണ്. വൈയും സെഡും 1, പക്ഷെ എക്സ് 0. അപ്പൊ പോയിന്റ് ഇതാണ്. ഇനി അടുത്തത് 1 1 0. 1 1 0 എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ വരും. ഇവിടെ ഈ 1ന് നേരെ വരണം, അതുപോലെ ഈ 1ന് നേരെ വരണം. അതാണ് 1 1 0 എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പൊ ഇത്രയും പോയിന്റുകൾ കിട്ടി. അപ്പൊ നമ്മൾ ആദ്യം ജോയിൻ ചെയ്യാം. ഒരു സൈഡ് എന്ന് പറയുന്നത് ഇതും ഇതും കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ടെട്രാഹെഡ്രന്റെ ഒരു സൈഡ് കിട്ടി. അടുത്ത സൈഡ് കിട്ടാനായിട്ട് ഇതും ഈ പോയിന്റും കൂടെ ജോയിൻ ചെയ്യാം. അടുത്തത് ഇതും കൂടെ ജോയിൻ ചെയ്യും. അപ്പൊ ഈ ഒരു സൈഡാണ് അടുത്തത്. അടുത്ത സൈഡ് കിട്ടാനായിട്ട് ഇതും ജോയിൻ ചെയ്യാം. അപ്പോൾ ഒരു സൈഡ് എന്ന് പറയുന്നത് ഇത് ബേസ്, അതിന്റെ താഴെ ഭാഗം, ഇതൊരു സൈഡ്, ഇതൊരു സൈഡ്, പിന്നെ ഇത് ഒരു സൈഡ്. അങ്ങനെ 4 സൈഡുകളാണ്. നമ്മളിപ്പോൾ 3 ഡയമെൻഷനിൽ ചിന്തിച്ചാൽ മതി. അപ്പൊ ഇങ്ങനെ ഒരു നിൽക്കുന്ന ഒരു ടെട്രാഹെഡ്രൻ, അതിന്റെ ബേസ് ആണിത്. ബേസ് XY പ്ലെയിനിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇത്രയും പോയിന്റുകൾ നമുക്കറിയാം. അപ്പൊ ഇതിൽ ഓരോ പ്ലെയിനിന്റെ ഇക്വേഷനൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? ഈ ടെട്രാഹെഡ്രൻ വരയ്ക്കുകയാണ്. അപ്പൊ sketch the tetrahedron D with vertices 0 0 0 0 1 0 0 1 1 and 1 1 0. അപ്പൊ ഇതിന്റെ ഷാഡോ എന്ന് പറയുന്നത്, ഈ ടെട്രാഹെഡ്രൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഷാഡോ നമ്മൾ പതിക്കുന്നത് എവിടേക്കാ? ഈ XY പ്ലെയിനിലേക്ക്. അതാണ് ഇപ്പൊ ഞാൻ വരച്ചേക്കുന്നത്. അതൊരു സൈഡാണ്. ഷാഡോ പതിക്കുന്നത് ആ ടെട്രാഹെഡ്രനിലെ ബേസിലേക്കാണ്. അത് XY പ്ലെയിനിലാണുള്ളത് അല്ലെ. ആൻഡ് ഷാഡോ ആർ ഇൻ ദ XY പ്ലെയിൻ. ഇത് XY പ്ലെയിനിലാണ്. ഇതാണ് നമ്മുടെ R, റീജിയൻ R ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ടെട്രാഹെഡ്രന്റെ ബൗണ്ടറീസ് ഏതൊക്കെയാ? ഇവിടെ 4 പ്ലെയിൻസ് ആണ് ഉള്ളത്. 1 2 3 4. അങ്ങനെ 4 പ്ലെയിൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഓരോ ബൗണ്ടറീസും ആയിട്ടുള്ള പ്ലെയിനുകളുടെ ഇക്വേഷൻസ് നമുക്ക് പറയാതെ.
ഫസ്റ്റ് നമ്മൾ ദ ടെട്രാഹെഡ്രൺ D is bounded by the plane z equal to 0 എന്ന് പറഞ്ഞ പ്ലെയിൻ ഏതാ? എക്സും വൈയും XY പ്ലെയിൻ ആണ്. z equal to 0 എന്ന് പറഞ്ഞാൽ XY പ്ലെയിൻ ആണ്. അപ്പൊ XY പ്ലെയിനിലുള്ള ഈ ഒരു റീജിയൻ ആണ് ഉദ്ദേശിച്ചത്. ബൈ ദ പ്ലെയിൻസ് z equal to 0. അപ്പൊ z equal to 0 എന്ന് പറയുന്നത് ഒരു ബൗണ്ടറിയാണ്, ടെട്രാഹെഡ്രന്റെ ഒരു ബൗണ്ടറിയാണ്. അപ്പൊ അത് ഏതൊക്കെ പോയിന്റിലൂടെയാ പാസ് ചെയ്യുന്നത്? 0 0 0 0 1 0 ആൻഡ് 1 1 0. ബ്രാക്കറ്റിൽ എഴുതാ പാസിംഗ് ത്രൂ പോയിന്റ് 0 0 0 0 1 0 ആൻഡ് 1 1 0. അപ്പോൾ അതാണ് z equal to 0 എന്ന് പറഞ്ഞ പ്ലെയിൻ. അടുത്ത ബൗണ്ടറി എന്ന് പറയുന്നത് അടുത്ത പ്ലെയിൻ എടുക്കുക. അപ്പൊ അടുത്തത് y equal to 1 എന്ന് പറഞ്ഞ പ്ലെയിൻ. y equal to 1 എന്ന് പറഞ്ഞ പ്ലെയിൻ ഏതാ? ഈ ഒരു പ്ലെയിൻ അല്ലേ, ആ ഒരു ട്രയാങ്കിൾ റീജിയൻ. ആ പ്ലെയിനിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? അത് പാസ് ചെയ്യുന്നത് 1 1 0 0 1 0 0 1 1 എല്ലായിടത്തും y കോൺസ്റ്റന്റ്, y 1 ആണ്. അപ്പൊ അത് y equal to 1 എന്ന് പറഞ്ഞ പ്ലെയിൻ ആണ് കേട്ടോ. അപ്പൊ അടുത്തത് പ്ലെയിൻ എന്ന് പറയുന്നത് y equal to 1 എന്ന് പറഞ്ഞ പ്ലെയിൻ. ബ്രാക്കറ്റിൽ എഴുതാ പാസിംഗ് ത്രൂ the point 0 1 1 0 1 0 and 1 1 0. ഇനി അടുത്ത പ്ലെയിൻ ഏതാ? ഇത്. ആ പ്ലെയിനിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? അത് YZ പ്ലെയിനിലുള്ളതാണ്. അവിടെ x 0 ആണ് അല്ലെ. അപ്പൊ ആ പ്ലെയിന് x equal to 0 എന്ന് പറഞ്ഞ പ്ലെയിനാണ്. അപ്പൊ അത് ഇതിലൂടെയാ പാസ് ചെയ്യണേ? പാസിംഗ് ത്രൂ പോയിന്റ് 0 0 0 0 1 1 ആൻഡ് 0 1 0. ഇനി അടുത്ത ഒരു പ്ലെയിനും കൂടെ ബാക്കിയുണ്ട്, ഈ ഒരു പ്ലെയിൻ അല്ലേ. അപ്പൊ ആ ഒരു പ്ലെയിനിന്റെ ഇക്വേഷൻ നോക്കി നോക്ക്. അത് നമുക്ക് ഇവിടെ ഈ പ്ലെയിനിൽ നോക്കിയാൽ നമ്മൾക്ക് എവിടെ ഒരു ആക്സിസ് പോലും അതിൽ ഉൾപ്പെടുന്നില്ല അല്ലെ. എക്സ് ആക്സിസ് വൈ ആക്സിസ് സെഡ് ആക്സിസ് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ 3 പ്ലെയിനുകൾ എഴുതി. അപ്പൊ ഇത് ഒരു ആക്സിസ് ഒന്നും ഉൾപ്പെടില്ലാത്തത് കൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു ഇക്വേഷൻ കിട്ടില്ല. z equal to 0 x equal to 0 അങ്ങനത്തെ ഇക്വേഷൻ ആയിട്ട് ഇത് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പൊ നമുക്ക് അതിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പൊ അത് ഏതെങ്കിലും വാല്യൂ കോൺസ്റ്റന്റ് ആണോ നോക്കി നോക്ക്. x 0 0 ഇവിടെ 1 ആണ്, 0 1 1 ആണ്, 0 1 0. അപ്പൊ ഒരു വാല്യൂ ഒന്നും കോൺസ്റ്റന്റ് ആവുന്നില്ല. അതുകൊണ്ട് അങ്ങനെ നമുക്ക് പ്ലെയിനിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനൊരു ഇക്വേഷൻ ഉണ്ടാവും. അപ്പൊ ഈ പ്ലെയിനിന്റെ ഒരു ഇക്വേഷൻ ഉണ്ടാവും. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യും? ഇതിലെ 3 ക്വാണ്ടിറ്റീസും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നോക്കി നോക്കാം. എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഇത് എക്സ് വൈ സെഡ്, ഇത് എക്സ് വൈ സെഡ്, എക്സ് വൈ സെഡ്. നോക്കിയേ, എക്സും വൈ ആഡ് ചെയ്താൽ 1 കിട്ടും. അപ്പൊ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സെഡ് എന്ന് എഴുതാൻ പറ്റുമോ? ഇവിടെയും കിട്ടും, ബട്ട് ഇവിടെ കിട്ടൂല. എക്സും വൈ ആഡ് ചെയ്താൽ 2 ആണ് കിട്ടുക, പക്ഷെ ഇവിടെ 0 ആണ്. എന്നാൽ ഡിഫറൻസ് എടുത്ത് നോക്കിയാലോ? എക്സും വൈയും ഡിഫറൻസ് എടുത്ത് നോക്കിയാൽ എക്സ് മൈനസ് വൈ സെഡ് കിട്ടുന്നുണ്ടോ നോക്കി. ഇവിടെ കിട്ടും 1 - 1 0 കിട്ടി. ഇവിടെ 0 - 1 -1 ആണ് കിട്ടേണ്ടത്. ഇവിടെയോ 0 - 0 0 കിട്ടി, അത് കിട്ടി. അപ്പൊ ഈ ഇതിന്റെ കേസിൽ പ്രശ്നമാവുന്നു. അപ്പൊ ഒരു -1 അല്ലേ ഇവിടെ വരുന്നുള്ളൂ. നമുക്ക് നേരെ തിരിച്ചെടുക്കാം. y - x എന്ന് എടുത്താലോ? z equal to y - x എന്ന് എടുത്താലോ? y - x എന്ന് പറഞ്ഞാൽ 1 - 1 0 1 - 0 1 0 - 0 0. അപ്പൊ ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ഈ 3 പോയിന്റിനും. അതുകൊണ്ട് ഞാൻ എന്ത് എടുക്കാം? നമ്മുടെ ഇക്വേഷൻ, ആ പ്ലെയിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? പ്ലെയിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം.
പ്ലെയിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് z ഈക്വൽ ടു y മൈനസ് 6 എന്ന് എഴുതാം. അത് ഏതൊക്കെ പോയിന്റിലൂടെയാണ് പാസ് ചെയ്യുന്നത്? ബ്രാക്കറ്റിൽ എഴുതാം, പാസിംഗ് ത്രൂ point 0, 0, 0, 1, 1, 0 and 0, 1, 1. അപ്പോൾ നമുക്ക് 4 പ്ലെയിൻ്റെയും ഇക്വേഷൻ കിട്ടി. z ഈക്വൽ ടു 0, y ഈക്വൽ ടു 1, x ഈക്വൽ ടു 0, z ഈക്വൽ ടു y മൈനസ് 6. ഇതാണ് 4 പ്ലെയിൻ്റെയും ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ ആറാണ് നമ്മൾ ഈ ട്രിപ്പിൾ ഇന്റഗ്രൽ ചെയ്യാനായിട്ട് നമുക്ക് ആർ എന്ന് പറഞ്ഞ റീജിയന്റെ ഇക്വേഷൻ നമുക്ക് ആവശ്യമാണ് അല്ലെ. ദ ഷാഡോ ആർ ഓഫ് ദ ടെട്രാഹെഡ്രൺ ഇൻ ദ XY പ്ലെയിൻ ഇസ് ദ ട്രയാങ്കുലർ റീജിയൻ. ഈ ഒരു ട്രയാങ്കുലർ റീജിയൻ ആണ് റീജിയൻ ആർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ബൗണ്ടറീസ് ഏതൊക്കെയാണ്? ഈ ഒരു ലൈൻ, ഈ ലൈനിന്റെ ഇക്വേഷൻ എന്താ? ഈ രണ്ട് സ്ഥലത്തും കോൺസ്റ്റന്റ് ആയിട്ടുള്ളത് ഏതാണ്? വൈയും കോൺസ്റ്റന്റ് ആണ്, സെഡും കോൺസ്റ്റന്റ് ആണ് അല്ലെ. ഇവിടെയാണെങ്കിലോ ഈ രണ്ട് പോയിന്റുകളാണ്. അപ്പൊ അതിന്റെ ബൗണ്ടറീസിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ലൈൻ എന്ന് പറഞ്ഞാൽ x ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ലൈനാണ് അല്ലെ. x ഈക്വൽ ടു 0. അടുത്തത് ഇതെന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ലൈൻ. അങ്ങനെ എഴുതിയാൽ മതി. കാരണം XY പ്ലെയിൻ അല്ലേ വരുന്നുള്ളൂ, സെഡിന്റെ കാര്യം അവിടെ എഴുതേണ്ട കാര്യമില്ല. പിന്നെ ഇവിടെയാണെങ്കിലോ ഇത് XY പ്ലെയിനിലാണ് വരുന്നത്, എക്സും വൈയും മാത്രം നോക്കിയാൽ മതി, 3 പോയിന്റില് കേട്ടോ. ഇനി ഇവിടെയാണെങ്കിലോ എക്സും വൈയും മാത്രം നോക്കിയേ, എക്സും വൈയും ഈക്വൽ ആണ് അല്ലെ. ഇവിടെ y ഈക്വൽ ടു എക്സ്, ഇവിടെ y ഈക്വൽ ടു എക്സ് ആണ്. അതാണ് നമ്മുടെ ഈ ലൈനും y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈനാണ്. അപ്പൊ നമ്മുടെ ആർ എന്ന് പറഞ്ഞ റീജിയന്റെ ബൗണ്ടറീസ് ആയിട്ടുള്ള ലൈനുകൾ കണ്ടുപിടിച്ചു. y ഈക്വൽ ടു എക്സ്, x ഈക്വൽ ടു 0, y ഈക്വൽ ടു 1. But the shadow R of the tetrahedron in the XY plane is the triangular region bounded by the lines y equal to x, x equal to 0 and y equal to 1 in the XY plane. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഇനി സെയിം ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാവും. ജസ്റ്റ് പോയിന്റുകളൊക്കെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതേ മോഡൽ അങ്ങ് ചെയ്താൽ മതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രേഷന്റെ ലിമിറ്റുകൾ എഴുതണം. അപ്പൊ അതിന് കണ്ടുപിടിക്കണം ലിമിറ്റ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? എം എന്ന് പറയുന്ന ഒരു ലൈൻ വരയ്ക്കുക. എവിടെയാണ്? സെഡ് ആക്സിസിൽ എൻ്റർ ചെയ്തിട്ട് നമുക്ക് സെഡിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനായിട്ട് എം എന്ന് പറയുന്ന ഈ ഇതിന്റെ റീജിയന്റെ ഉള്ളിലൂടെ നമുക്ക് എം എന്ന് പറയുന്ന ഒരു ലൈൻ വരയ്ക്കാം. അപ്പൊ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഒരു എന്നുവെച്ചാൽ സെഡ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനാണ് വരയ്ക്കാൻ പോകുന്നത്. ഈ റീജിയന്റെ ബേസിൽ നിന്ന് വരയ്ക്കാൻ പോവാണ്. അങ്ങനെയുള്ള നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടുന്ന് ഡോട്ടഡ് ലൈൻസ് വരച്ചാൽ മതി, കാരണം ഇത് ഉള്ളിലൂടെയാണ് പോകുന്നത്. അത് കാണിക്കാൻ വേണ്ടിയാണ് ഡോട്ടഡ് ലൈൻ വരയ്ക്കുന്നത്. അപ്പോൾ എം എന്ന് പറഞ്ഞ ലൈൻ വരച്ചു. അത് സെഡ് ആക്സിസിന് പാരലൽ ആയിരിക്കും. The line M passing through the typical point XY. ഈ XY ഇത് XY പ്ലെയിനിലുള്ളതായതുകൊണ്ട് ഈ പോയിന്റ് XY ആയിരിക്കും. ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട് ഇൻ ആർ പാരലൽ ടു Z ആക്സിസ്. പാരലൽ ടു Z ആക്സിസ് ആണ്. ഇനി ആ പോയിന്റ് ഇവിടേക്ക് എൻറ്റർ ചെയ്യുന്ന ആ പോയിന്റും അതുപോലെ ഇവിടുന്ന് ഈ റീജിയനിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഈ പോയിന്റ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സെഡിന്റെ ലിമിറ്റ് കിട്ടും അല്ലെ. അപ്പൊ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പാരലൽ ടു സെഡ് ആക്സിസ് എൻഡേഴ്സ് ഇത് ഡി ആണ്. എൻഡേഴ്സ് ഡി അറ്റ് ഇത് സെഡിന്റെ ഇക്വേഷൻ എന്താ ഇവിടെ? സെഡ് ഈക്വൽ ടു 0. XY പ്ലെയിൻ ആണ്. അപ്പൊ സെഡ് ഈക്വൽ ടു 0 ആണ് ഇവിടെ അല്ലെ. അറ്റ് സെഡ് ഈക്വൽ ടു 0 ആൻഡ് ലീവ്സ് ഡി അറ്റ്. ഈ പ്ലെയിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഈ പ്ലെയിന്റെ ഇക്വേഷൻ y ഈക്വൽ ടു
സോറി z ഈക്വൽ ടു y മൈനസ് എക്സ് എന്ന് പറഞ്ഞു ഈ പ്ലെയിൻ്റെ ഇക്വേഷൻ. അപ്പൊ എന്ത് വരും? z ഈക്വൽ ടു y മൈനസ് എക്സ്. അങ്ങനെ നമുക്ക് z-ന്റെ ലിമിറ്റ് ഇവിടെ കിട്ടി. അപ്പൊ ഈ m എന്ന് പറഞ്ഞ ലൈൻ വരച്ചിട്ട് അത് നമ്മുടെ റീജിയനിലേക്ക് എൻട്രി ചെയ്യുന്ന പോയിന്റ്, അവിടുത്തെ ആ പ്ലെയിൻ്റെ ഇക്വേഷനും അതുപോലെ ആ പുറത്തേക്ക് പോകുന്ന ആ പ്ലെയിനിലെ ഇക്വേഷനും നമ്മൾ എഴുതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? അതിന്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കിട്ടി. z ഈക്വൽ ടു 0 ആൻഡ് ലീവ് സെറ്റ് z ഈക്വൽ ടു y മൈനസ് എക്സ്. അപ്പോൾ ഇതാണ് സെഡ് ലിമിറ്റുകൾ. ദീസ് ആർ ദ സെഡ് ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യാം? അപ്പൊ സെഡിന്റെ കാര്യം കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എക്സ് വൈ പ്ലെയിൻ നോക്കിയാൽ മതി. വൈന്റെയും എക്സിന്റെയും ലിമിറ്റ് നോക്കിയാൽ മതിയല്ലോ. അപ്പൊ ഇനി എക്സ് വൈ പ്ലെയിനിലുള്ള ഈ റീജിയൻ നോക്കിയാൽ മതി. ഇനി നമ്മൾ എന്ത് ചെയ്യാം? എക്സ് വൈ പ്ലെയിനിൽ നമ്മൾ ഒരു എൽ എന്ന് പറഞ്ഞ ഒരു ലൈൻ വരയ്ക്കാം. വൈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള എൽ എന്ന് പറഞ്ഞ ഒരു ലൈൻ വരയ്ക്കാം. ഏകദേശം ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ എൽ എന്ന് പറഞ്ഞ ലൈൻ. ദ ലൈൻ എൽ ത്രൂ എക്സ് വൈ പാരലൽ ടു വൈ ആക്സിസ്, വൈ ആക്സിസിന് പാരലൽ ആണ്. എൻഡേഴ്സ് ആർ അറ്റ്, ആറിൽ എൻറ്റർ ചെയ്യുന്ന അവിടുത്തെ ആ ലൈനിന്റെ ഇക്വേഷൻ എന്താ? ഇവിടെ ലൈനിന്റെ ഇക്വേഷൻ നോക്കാം. അറ്റ് വൈ ഈക്വൽ ടു എക്സ് ആൻഡ് ലീവ്സ് ആർ അറ്റ്, ഇവിടെ ഇക്വേഷൻ എന്താ? y ഈക്വൽ ടു 1. അപ്പോ എൻ്റർ ചെയ്യുന്നതും ലീവ് ചെയ്യുന്നതും കിട്ടി. അപ്പൊ ദീസ് ആർ ദ y ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ. y ഈക്വൽ ടു എക്സും y ഈക്വൽ ടു 1. ഇനി x ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ മൊത്തം ഈ ലൈന് കൊണ്ട് നമുക്ക് മൊത്തം ഈ പ്ലെയിന് കവർ ചെയ്യണം. ഈ ഒരു ആർ എന്ന് പറഞ്ഞ റീജിയൻ കവർ ചെയ്യാനായിട്ട് ഈ ഒരു ലൈനിനെ നമ്മൾ ഇവിടെ തൊട്ട് ഇങ്ങനെ മൂവ് ചെയ്യാം. ഇവിടെ തൊട്ട് എവിടെ വരെ മൂവ് ചെയ്യേണ്ടി വരും? ഈ 0 എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ലൈൻ തൊട്ട് എക്സ് ഈക്വൽ ടു ഇവിടെ എന്തായിരിക്കും? 1 എന്ന് പറഞ്ഞ ലൈൻ വരെ മൂവ് ചെയ്യണം. അപ്പോൾ എക്സിന്റെ ലിമിറ്റ് എന്താണ്? 0 to 1 ആയിരിക്കും. അപ്പൊ ടു കവർ ദ എൻ്റയർ റീജിയൻ ആർ, ദ ലൈൻ എൽ ഷുഡ് മൂവ് ഫ്രം എക്സ് ഈക്വൽ ടു 0 to x ഈക്വൽ ടു 1. അപ്പൊ ദ ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ ഓഫ് എക്സ് ആർ ദെയർഫോർ ഫ്രം എക്സ് ഈക്വൽ ടു 0 to എക്സ് ഈക്വൽ ടു 1. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? വോളിയത്തിന്റെ ഇക്വേഷൻ എഴുതാം, ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ടെട്രാഹെഡ്രന്റെ കാര്യം ആയതുകൊണ്ട് നമുക്ക് ആ ഇക്വേഷൻ കണ്ടുപിടിക്കലാണ് പ്രധാനം. ലിമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 3 ലിമിറ്റുകളും കിട്ടി. അപ്പം ഇവിടെ ലാസ്റ്റ് എക്സിന് മാത്രം കോൺസ്റ്റന്റ് ലിമിറ്റ് ഉള്ളു. അപ്പൊ നമ്മൾ ഫസ്റ്റ് എഴുതും, പിന്നെ വൈന്റെ എഴുതും, പിന്നെയാണ് എക്സിന്റെ അല്ല സെഡിന്റെ എഴുതുക. കാരണം സെഡില് വൈയും എക്സും വരുന്ന ഇക്വേഷൻ ഉണ്ട്. അപ്പൊ അത് ലാസ്റ്റ് എഴുതും, ഉള്ളിൽ ആദ്യം ചെയ്യാം. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം. Therefore, volume of the given tetrahedron equal to triple integral over d dv, which is equal to ആദ്യം x 0 to 1, പിന്നെ y x to 1, പിന്നെ z 0 to y minus x dz. z-ന്റെ ലിമിറ്റ് ആയതുകൊണ്ട് dz വരും. അടുത്തത് y-ന്റെ ആണ്, പിന്നെ x-ന്റെ. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാം. വോളിയത്തിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തത് കേട്ടോ. അപ്പൊ ആദ്യം വിത്ത് റെസ്പെക്ട് ടു z ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ 1 അല്ലേ ഉള്ളൂ. വിത്ത് റെസ്പെക്ട് ടു z 1നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ z കിട്ടും. ഇന്റഗ്രൽ 0 to 1 ഇന്റഗ്രൽ x to 1 z 0 to y minus x dy dx, which is equal to ഇന്റഗ്രൽ 0 to 1 ഇന്റഗ്രൽ x to 1 z-ന് y minus x കൊടുക്കുക dy dx. ഇനി നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ലോവർ ലിമിറ്റ് 0 കൊടുത്തു കഴിഞ്ഞാൽ 0 തന്നെ കിട്ടും കേട്ടോ. ഇന്റഗ്രൽ 0 to 1. ഇനി വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? y സ്ക്വയർ ബൈ 2 മൈനസ് എക്സ് വൈ ലിമിറ്റ് x to 1 dx.
അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ 0 to 1 വൈക്ക് 1 എടുത്തു കഴിഞ്ഞാൽ 1/2 മൈനസ് എക്സ് കൊടുത്താൽ x²/2 മൈനസ് x² എന്ന് കിട്ടും dx. അപ്പോൾ ലാസ്റ്റ് ആൻസർ ഇതിപ്പോൾ സിമ്പിൾ ഫംഗ്ഷനാണ്. വോളിയം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് വേറെ ഫംഗ്ഷൻസ് ഒന്നും അതിൽ വരുന്നില്ലല്ലോ. 1നെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പം ഇനി ഇതൊന്ന് സബ്ട്രാക്ട് ചെയ്യാം. അപ്പം ഇൻ്റഗ്രൽ 0 to 1 x²ൻ്റെ ടേമുകൾ ഇവിടെ എന്തൊക്കെയുള്ളത്? ഈ മൈനസും കൂടെ ഇവിടെ നമുക്ക് പ്ലസ് ആകും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോവാണേ. ഇവിടെ പ്ലസ് ആയി x² മൈനസ് x²/2 എന്ത് കിട്ടും? x²/2 കിട്ടും. നമുക്ക് x²/2 മൈനസ് എക്സ് പ്ലസ് 1/2 dx എന്ന് കിട്ടും. ഇനി നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. x² ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x³/3. ഇവിടെ 2 കൂടെ ഉള്ളതുകൊണ്ട് 3 × 2 6 കിട്ടി. മൈനസ് എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ x²/2 1/2ൻ്റെ ഇൻ്റഗ്രേഷൻ x/2 0 to 1. നമ്മൾ 1 കൊടുത്തു 1/6 മൈനസ് 1/2 മൈനസ് 1/2 0 എടുത്തു കഴിഞ്ഞാൽ 0. ഇവിടെ നമുക്ക് 1/6 മൈനസ് 1 എന്ന് വരും അല്ലേ? 1/6 മൈനസ് 1 എന്ത് കിട്ടും? 1 മൈനസ് 6/6. അപ്പം മൈനസ് 5/6 സംതിങ് ആയി. ഇവിടെ നമുക്ക് മൈനസ് എവിടെയെങ്കിലും മാറിപ്പോയിട്ടുണ്ട്. സോറി, ഇവിടെ മൈനസ് അല്ല, ഇവിടെ പ്ലസ് ആണ് കേട്ടോ. അപ്പോൾ ഈ 1/2 പ്ലസ് 1/2 കൂടെ പോയിട്ട് ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ നമുക്ക് ടോട്ടൽ എന്ത് കിട്ടി? 1/6 കിട്ടി. ഒരു സൈൻ ചേഞ്ച് ചെയ്തപ്പോഴേക്കും അത്രയും ആൻസർ ഡിഫറൻസ് വന്നുള്ളൂ. അപ്പോൾ 1/6 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. റീറൈറ്റ് the integral in the previous problem as an equivalent integral in the order dz dx dy. അടുത്തത് dy dz dx, പിന്നത്തത് dx dy dz. അപ്പോൾ ഈ 3 ഓർഡറിലാക്കി മാറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്തതിൽ അവിടെ ഓർഡർ എന്തായിരുന്നു? dz dy dx ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നേരെ തിരിഞ്ഞൊരുള്ള ഓർഡർ അത്. അപ്പോൾ ആ ഓർഡറിൽ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇതിൽ നിന്ന് ലിമിറ്റൊക്കെ കണ്ടുപിടിച്ച് ചെയ്തത്. അപ്പോൾ ഈ 3 ഓർഡറിലും ലിമിറ്റ് കണ്ടുപിടിച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. സെയിം ഏത് മോഡലിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താലും ആൻസർ എന്തിനു കിട്ടുക? കഴിഞ്ഞ ക്വസ്റ്റനിൽ കിട്ടിയ പോലെ 1/6 ആണ് ആൻസർ കിട്ടുക. അപ്പോൾ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് മാത്രം അവിടെ വ്യത്യാസം, ജസ്റ്റ് ചേഞ്ച് ആവുമെന്നേ ഉള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ആ റീജിയൻ ഒന്ന് സ്കെച്ച് ചെയ്തു. റീജിയന് മാറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ, ലിമിറ്റിനല്ലേ. നമ്മൾ ലിമിറ്റ് എടുക്കുന്നതിൽ ആണ് നമ്മൾ മാറ്റം ഉണ്ടാവുക. അപ്പൊ റീജിയൻ അതുപോലെ തന്നെ വരച്ചു. ഇവിടെ അതുപോലെ തന്നെയാണ്. എങ്ങനെയാണ്? ആദ്യം സെഡിന്റെ ആണ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ XY പ്ലെയിനിൽ തന്നെയാണ് പ്രൊജക്ട് ചെയ്യുന്നത്. അതെങ്ങനെ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്? അപ്പൊ ഈ ഓർഡറിലാണ് കാണേണ്ടതെങ്കിൽ ഇവിടെ Z ആണ് ഫസ്റ്റ് അല്ലേ? അപ്പൊ സെഡിന്റെ എന്ന് പറയുന്നത് ഒരു വലിയ ഫംഗ്ഷൻ ആയിരിക്കും, സെഡിന്റെ ലിമിറ്റുകൾ വരുന്നത്. പിന്നുള്ളത് എക്സും വൈ ആണ്. അപ്പൊ XY പ്ലെയിൻ ആണ് നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്? അതിന്റെ ആ മിറർ ഇമേജ് അല്ലെങ്കിൽ അത് റിഫ്ലക്ട് ചെയ്യുന്ന ആ റീജിയൻ R ആയിട്ട് എടുക്കേണ്ടത് XY പ്ലെയിൻ ആണ്. ഈ കേസിലാണെങ്കിൽ XZ പ്ലെയിൻ അല്ലെങ്കിൽ ZX പ്ലെയിന്, ഇവിടെയാണെങ്കിൽ YZ പ്ലെയിൻ ആണ്. ഫസ്റ്റത്തെ അല്ല, അത് കഴിഞ്ഞിട്ടുള്ള ആ 2 വാല്യൂസിന്റെ പ്ലെയിൻ ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ XY പ്ലെയിൻ തന്നെയാണ് എടുക്കേണ്ടത്. കഴിഞ്ഞ ഹോസ്റ്റലിലും അങ്ങനെ തന്നെയാണ് ചെയ്തത്. പക്ഷെ ഒരു വ്യത്യാസം, ഇവിടെ ആദ്യം എക്സിന്റെ എഴുതിയിട്ട് പിന്നെയാണ് വൈന്റെ ചെയ്യുന്നത്. അപ്പൊ വൈക്കാണ് കോൺസ്റ്റന്റ് ലിമിറ്റ് ഇവിടെ വരിക. അപ്പൊ നമ്മൾ അതുപോലെ ഒന്ന് ചെയ്യാം. അപ്പോൾ ഇവിടെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എന്ത് വരും? അതിന്റെ ഷാഡോ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ റീജിയൻ R എന്ന് പറയുന്നത്. ഇവിടെ തന്നെയാണ് വരിക, നേരത്തെ പോലെ തന്നെ. അപ്പൊ സ്കെച്ച് ദ ടെട്രാഹെഡ്രൺ D
with vertices 0, 0, 0, 0, 1, 1, 0, 1, 0, 1, 1, 0, and its shadow are in the xy plane. xy പ്ലെയിനിലാണ് ഷാഡോ ഉള്ളത്. പിന്നെ എന്ത് ചെയ്യുക, ടെട്രാഹെഡ്രൺ വരച്ചു. അതിന്റെ ബൗണ്ടറീസ് നമുക്ക് കണ്ടുപിടിക്കണം. The tetrahedron D is bounded by the planes. ബൗണ്ടറീസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ടെട്രാഹെഡ്രന്റെ ബൗണ്ടറീസ് നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. ഏതൊക്കെയാ? Z equal to 0, Y equal to 1, X equal to 0, Z equal to Y minus X. ഈ 4 പ്ലെയിൻസ് ആണ് ഇതിന്റെ ബൗണ്ടറീസ്. So the shadow R of the tetrahedron in the xy plane is the triangular region bounded by the lines y equal to x, പിന്നെ x equal to 0 and y equal to 1 in the xy plane. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എം വരയ്ക്കണം അല്ലെ? എം എന്ന് പറഞ്ഞ ലൈൻ വരയ്ക്കണം. അപ്പൊ എം എങ്ങനെയാ നമ്മള്, അപ്പൊ ഏത് ആക്സിസിന് പാരലൽ ആയിട്ടായിരിക്കും എം വരയ്ക്കുക? എം എന്ന് പറഞ്ഞാൽ വരയ്ക്കുക നമ്മള് ഇവിടെ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട്, സോറി സെഡ് ആക്സിസിന് പാരലൽ ആയിട്ട് തന്നെയായിരിക്കും വരയ്ക്കുക. കാരണം ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു സെഡ് ആണ് നമ്മൾ ചെയ്യുന്നത്. ആ ആക്സിസിന് പാരലൽ ആയിട്ട് ഈ റീജിയനിലുള്ള ആ ഇവിടെയുള്ള ഒരു പോയിന്റ് XY എന്ന് പറഞ്ഞ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി സെഡ് ആക്സിസിന് പാരലൽ ആയിട്ടാണ് നമ്മൾ എന്ത് വരിക? എം വരയ്ക്കുക. അപ്പൊ ഇവിടെ XY എന്ന് പറഞ്ഞ ഒരു പോയിന്റ് എടുത്തിട്ട് ഇതിലൂടെ പാസ് ചെയ്യുന്ന എം എന്ന് പറഞ്ഞ ഒരു ലൈൻ വരയ്ക്കും സെഡ് ആക്സിസിന് പാരലൽ ആയിട്ട്. അങ്ങനെയാണ് നമ്മൾ എപ്പോഴും ചെയ്യുക. അപ്പൊ ഇവിടെ ആണെങ്കിൽ, അടുത്ത ക്വസ്റ്റ്യനിലാണെങ്കിലോ വൈ ആക്സിസിന് പാരലൽ ആയിട്ട് XZ പ്ലെയിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ലൈൻ വരയ്ക്കും. ഇവിടെയാണെങ്കിൽ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് YZ പ്ലെയിനിൽ എന്താ ഒരു ലൈൻ വരയ്ക്കും. YZ പ്ലെയിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ലൈൻ വരയ്ക്കും. അപ്പൊ the line M passing through the typical point XY in R parallel to Z axis അല്ലെ? പാരലൽ ടു Z ആക്സിസ്. അത് D എന്ന് പറയുന്ന റീജിയനെ എൻ്റർ ചെയ്യുന്ന പോയിന്റ് ഏതാണ്? എൻറ്റേഴ്സ് D at Z equal to 0. Z equal to 0 എൻ്റർ ചെയ്യും. സോറി, Z equal to 0 എൻ്റർ ചെയ്യും. ആൻഡ് ലീവ്സ് ദ റീജിയൻ. ഈ പ്ലെയിൻ്റെ ഇക്വേഷൻ എന്താ? ഈ പ്ലെയിൻ്റെ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചായിരുന്നു. Z equal to Y minus 6. അപ്പൊ സെഡിന്റെ ലിമിറ്റ് അങ്ങനെ തന്നെയാണ്. അപ്പൊ ദീസ് ആർ ദ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ, സെഡ് ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ. ഇനി അടുത്ത എൽ എന്ന് പറഞ്ഞ ലൈൻ വരയ്ക്കണം. അപ്പൊ എൽ എന്ന് പറഞ്ഞ ലൈൻ വരയ്ക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞതിൽ വരച്ചത് എങ്ങനെയായിരുന്നു? വൈ ആക്സിസിന്റെ പാരലൽ ആയിട്ടായിരുന്നു വരച്ചത്. കാരണം എന്താ? വൈന്റെ ലിമിറ്റ് ആയിരുന്നു നമ്മൾ രണ്ടാമതായിട്ട് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് വൈ ആക്സിസിന് പാരലൽ ആയിട്ട് വരച്ചത്. അപ്പൊ ഇനി എക്സിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് വേണം നമ്മൾ എൽ എന്ന് പറഞ്ഞ ലൈൻ വരയ്ക്കാൻ. ഈ XY പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ വരയ്ക്കണം. അപ്പൊ എന്ത് ചെയ്യാ? ദ ലൈൻ L ത്രൂ XY പോയിന്റ് XY പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. അപ്പൊ ഈ ലൈൻ വരയ്ക്കും ഇങ്ങനെ. എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈൻ വരച്ചു. ഇതാണ് എൽ എന്ന് പറഞ്ഞ ലൈൻ. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. The line L through XY parallel to x-axis enters the region R at ഇവിടെ എക്സിന്റെ ഇക്വേഷൻ എന്താ? X equal to 0 അല്ലെ? ഇവിടെ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. X equal to 0 നിന്ന് റീജിയനിലൂടെ അല്ലേ നമുക്ക് വരയ്ക്കണ്ടേ? XY പ്ലെയിനിൽ നിന്ന് ഈ റീജിയനിൽ ഉള്ള ലൈനാണ് വരയ്ക്കണ്ടേ. അപ്പൊ ആ റീജിയനിൽ എൻ്റർ ചെയ്യുന്ന ഇതിങ്ങനെ നേരെ പോവാം. അപ്പൊ എൻഡേഴ്സ് ദ എൽ എന്ന് പറഞ്ഞ ലൈൻ എൻഡേഴ്സ് ദ റീജിയൻ ആർ വെൻ X equal to 0 ആൻഡ് ലീവ്സ് ദ റീജിയൻ ആർ അറ്റ്, ഇവിടെ എക്സിന്റെ ലിമിറ്റ് ആണ് നമുക്ക് വേണ്ടത്. X equal to 0 പിന്നെ
എക്സ് ഈക്വൽ ടു വൈയിലുമാണ് ലീവ് ചെയ്യുന്നത്. ലീവ്സ് ആർ അറ്റ് എക്സ് ഈക്വൽ ടു വൈ. അപ്പൊ ദീസ് ആർ ദ എക്സ് ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ. നമ്മൾ രണ്ടാമത്തെ ലിമിറ്റ് കണ്ടുപിടിച്ചു, സെഡിന്റെ ലിമിറ്റ് കണ്ടുപിടിച്ചു. പിന്നെയാണ് നമ്മൾ വൈന്റെ ലിമിറ്റ് കണ്ടുപിടിക്കുക അല്ലെ. അപ്പൊ വൈന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഈ ലൈൻ ഇങ്ങനെ എവിടെ തൊട്ട് എവിടം വരെ മൂവ് ചെയ്യണം? ഇവിടം തൊട്ട് ഇവിടം വരെ മൂവ് ചെയ്യണം അല്ലെ. അപ്പൊ വൈന്റെ വാല്യൂ നമ്മൾ ഇവിടം തൊട്ട് ഇവിടം വരെ മൂവ് ചെയ്യണം എന്ന് വെച്ചാൽ ഇവിടെ എന്താ ഇക്വേഷൻ? y 0 ആണ്, ഇവിടെ y എന്ന് പറയുന്നത് 1 ആണ്. അപ്പോ to cover the entire region R, the line L should move from y equal to 0 to y equal to 1. The limits of integration of y are therefore from y equal to 0 to y equal to 1. അപ്പൊ നമുക്ക് ഇന്റഗ്രേഷൻ എങ്ങനെ എഴുതാം? Therefore triple integral over d dv equal to ഫസ്റ്റ് വൈൻ്റെ ആണ് എഴുതുക. ഇന്റഗ്രൽ 0 to 1, പിന്നെ എക്സിന്റെ ഇന്റഗ്രൽ 0 to y, ഇന്റഗ്രൽ 0 to y minus x dz dx dy. അപ്പൊ ഈ ഓർഡറിൽ എഴുതി. ഫസ്റ്റത്തെ കാര്യം കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. സെക്കൻഡ് എന്തെങ്ങനെയാ? dy dz dx ആണ്. എന്നിട്ട് മൂന്നാമത്തെ നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ രണ്ടാമത്തെയാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം y, പിന്നെ z-ന്റെ, പിന്നെ x-ന്റെ. അപ്പൊ നമ്മൾ ഇതില് ഷെയ്ഡ് എവിടെയാണ് കണ്ടുപിടിക്കേണ്ടത്? എക്സ് സെഡ് പ്ലെയിനിലാണ്. എക്സ് സെഡ് പ്ലെയിൻ എന്ന് പറയുന്നത് ഇത് എവിടെയാണ് വരിക അല്ലെ. അപ്പോ എക്സ് സെഡ് പ്ലെയിനിൽ ഇതിന്റെ ഷെയ്ഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷന്റെ ഷെയ്ഡാണ് വരിക അല്ലെ. എക്സ് സെഡ് പ്ലെയിനിലുള്ള ഷെയ്ഡ് എന്ന് പറയുമ്പോൾ അങ്ങനെ വരും. അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. അപ്പൊ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ജസ്റ്റ് ഇവിടെ ഇങ്ങനെ പാരലായിട്ട് ഇതേ ഡിസ്റ്റൻസ് തന്നെയല്ലേ ഇവിടെ ഉണ്ടാവാം. അതുപോലെ ഇതേ ഡിസ്റ്റൻസ് ആയിരിക്കും ഈ ഡിസ്റ്റൻസ്. നേരെ വരയ്ക്കാം, ഇവിടെ ഉണ്ടാവുക. അപ്പൊ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് നമുക്ക് ആ പ്ലെയിൻ, ആ ഷെയ്ഡ് റീജിയൻ കിട്ടും. ഇതാണ് നമ്മുടെ ഷെയ്ഡ് റീജിയൻ. ഈ റീജിയൻ ആണ് വരിക, ഈ ഒരു റീജിയൻ. ഇതാണ് നമ്മുടെ ആർ എന്ന് പറഞ്ഞ റീജിയൻ കിട്ടുക. അപ്പൊ അതെങ്ങനെ വരയ്ക്കുന്നേ? ആദ്യം നമ്മൾ സ്കെച്ച് ചെയ്യുക, ടെട്രാഹെഡ്രൺ സ്കെച്ച് ചെയ്യുക. പിന്നെ the shade R is in the XZ plane അല്ലേ. അപ്പൊ the tetrahedron D is bounded by the planes. നേരത്തെ പറഞ്ഞ പോലെ Z equal to 0, y equal to 1, x equal to 0 and z equal to y minus 6 ആണ്. The shadow R of the tetrahedron in the xy plane is the triangular region. Triangular region ആണ്. Bounded by the lines. ഏതൊക്കെ ലൈൻസ് ആണ്? ഏതൊക്കെ ലൈനാണ് വരും ഇവിടെ? ഈ ഒരു ലൈന്, ഇവിടെ അടുത്ത ഒരു ലൈന്, ഇവിടെ ഒരു ലൈൻ. അപ്പൊ ഈ ലൈനിന്റെ ഇക്വേഷൻ എന്താണ്? ഇവിടെ നമുക്ക് എക്സ് ആണ് ഇവിടെ 0 ആയിട്ടുള്ളത് അല്ലെ. ഇത് എക്സ് വൈ പ്ലെയിനിലുള്ള ഇവിടെ എക്സ് 0 ആയിട്ടുള്ള ലൈനാണ്. എക്സ് ഈക്വൽ ടു 0. അടുത്തത് ഇത് സെഡ് 0 ആയിട്ടുള്ള ലൈനാണ്. സെഡ് ഈക്വൽ ടു 0 ആൻഡ് അടുത്ത ഈ ലൈനാണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ഈ പോയിന്റ് എന്താണ്? ഇവിടെ എക്സ് എന്ന് പറയുന്നത് 1 ആണ്, വൈയും അല്ലെ, എക്സ് 1, വൈ 0, സെഡ് 0. ഈ പോയിന്റോ? ഇവിടെ സെഡ് 1 ആണ്, ബാക്കി രണ്ടും 0, 0, 0, 1. ഇതാണ് ഇവിടുത്തെ പോയിന്റുകൾ. അപ്പൊ ഈ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ഇവിടെ എന്താ പ്രത്യേകത? ഈ രണ്ട് പോയിന്റായിട്ട് എന്താ റിലേഷൻ ഉള്ളത്? അല്ല, ഈ പ്ലെയിനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട് പ്ലെയിന്റെ വേണ്ട, ഈ ലൈനിന്റെ ഇക്വേഷൻ. ഇവിടെ എക്സും എക്സ് ഈക്വൽ അല്ല, വൈ ഈക്വൽ ആണ്.
അല്ലേ? z ഈക്വൽ ആണോ? അല്ല. എക്സ് പ്ലസ് സെഡ് എന്താണ്? എക്സ് പ്ലസ് സെഡ്. ഇവിടെ കിട്ടും നമുക്ക് എക്സ് പ്ലസ് സെഡ് ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 1 കിട്ടും. ഇവിടെ എക്സ് പ്ലസ് സെഡ് എന്ന് പറയുന്നത് 1 കിട്ടും. അപ്പോൾ അതിൽ നമുക്ക് സെഡിന്റെ ഇക്വേഷൻ ആയിട്ട് എഴുതാം. ദാറ്റ് ഈസ് z ഈക്വൽ ടു 1 മൈനസ് എക്സ് എന്ന് പറയുന്നതായിരിക്കും ഇവിടുത്തെ ഇക്വേഷൻ. അതെങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരുമായിരിക്കും അല്ലേ? അപ്പൊ ഇവിടെ y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് എഴുതിയിട്ട് കാര്യമുണ്ടോ? അത് ആ പ്ലെയിൻ്റെ ഇക്വേഷൻ ആണ്. y ഈക്വൽ ടു 0 പറഞ്ഞ് എഴുതിയിട്ട് കാര്യമില്ല. ഈ ലൈനിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ അവിടെ എക്സും സെഡും മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. y നമ്മളിവിടെ നോക്കുന്നേ ഇല്ല. എക്സ് സെഡ് പ്ലെയിൻ ആണ് അല്ലെ? എക്സ് ആക്സിസും സെഡ് ആക്സിസും മാത്രമേ ഉള്ളൂ. വൈന്റെ കാര്യം അവിടെ നമ്മൾ നോക്കുന്നേ ഇല്ല. അപ്പോൾ സെഡിന്റെയും എക്സിന്റെയും ടൈമിലുള്ള ഒരു ഇക്വേഷൻ തന്നെ വേണം ആ ലൈനിന് കിട്ടാനായിട്ട്. അപ്പൊ ആ ഒരു ഇക്വേഷനാണ് നമുക്കിവിടെ കിട്ടിയത്. z ഈക്വൽ ടു 1 മൈനസ് എക്സ്. അപ്പൊ ഇതാണ് ആ റീജിയന്റെ 3 ബൗണ്ടറീസ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇനി ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമുക്ക് എഴുതണമെങ്കിൽ ഡി എക്സ് ഡി വൈ ഡി സെഡ് ആണ് അല്ലെ? അപ്പൊ ആദ്യം എക്സിന്റെ ലിമിറ്റ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ എക്സിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യുക? എക്സ് ആക്സിസിന് പാരലായിട്ട് എം എന്ന് പറഞ്ഞ ലൈൻ വരയ്ക്കാം. രണ്ടാമത്തെ ഡി വൈ ഡി സെഡ് ഡി എക്സ് ആണ്. അപ്പൊ വൈ ആക്സിസിന് പാരലായിട്ട് ഇവിടെ ഒരു പോയിന്റ് എടുക്കുക. എന്ത് ചെയ്യുക? ഇവിടെ താഴെ എടുക്കാം. ഒരു പോയിന്റ് എടുത്തു. എക്സ് സെഡ് പ്ലെയിനിൽ ഒരു പോയിന്റ് എടുത്തു. പെയർ എക്സ് സെഡ് ആയിട്ട് ഒരു പോയിന്റ് എടുത്തു. ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വൈ ആക്സിസിന് പാരലായിട്ട് നമ്മളൊരു ലൈൻ വരച്ചു. ഇതാണ് എം എന്ന് പറഞ്ഞ ലൈൻ. വൈന്റെ ലിമിറ്റാണ് കണ്ടുപിടിക്കാൻ പോണേ. അതിനുവേണ്ടിയാണ് നമ്മൾ വൈ ആക്സിസിന് പാരലായിട്ട് വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ എം എന്ന് പറഞ്ഞ ലൈൻ നമ്മുടെ റീജിയനിൽ എൻ്റർ ചെയ്യുന്ന പോയിന്റ് ഇതാണ്, ലീവ് ചെയ്യുന്ന പോയിന്റ് ഇതാണ്. അപ്പൊ ഈ പോയിന്റിന്റെ ഇവിടുത്തെ ഇക്വേഷനും ഇവിടുത്തെ ഇക്വേഷനും ഈ അവിടുത്തെ പ്ലെയിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പൊ ഈ പ്ലെയിന്റെ ഇക്വേഷൻ എന്താണ്? അതുപോലെ അടുത്ത ഈ പ്ലെയിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. The line M passing through the typical point xz in R parallel to the y-axis enters D at ഇവിടെ എന്ത് വരും? ഇതിന്റെ ഇക്വേഷൻ ഈ പ്ലെയിന്റെ ഇക്വേഷൻ വൈക്കാണ് ലിമിറ്റ് കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ ഇക്വേഷൻ ഇതാണ്, z ഈക്വൽ ടു y മൈനസ് എക്സ് ആണ്. അപ്പൊ നമുക്ക് അത് വൈന്റെ ഇക്വേഷൻ ആയിട്ട് എഴുതാം. y ഈക്വൽ ടു എക്സ് പ്ലസ് സെഡ്. അപ്പൊ enters the region at y equal to x plus z and leaves the region. എപ്പോഴാ ഈ പ്ലെയിന്റെ ഇക്വേഷൻ എന്താ? y equal to 1 ആണ് അല്ലെ? and leaves at y equal to 1. അപ്പൊ ഇതാണ് yന്റെ ലിമിറ്റ്. These are the y limits of integration. ഇനി നമ്മൾ zന്റെ ലിമിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യുക? ഈ എക്സ് സെഡ് പ്ലെയിൻ എടുക്കുക, അതിലൊരു ലൈൻ വരയ്ക്കുക. എങ്ങനെയാ? സെഡിന്റെ ലിമിറ്റാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ സെഡ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ വരയ്ക്കുക ഈ റീജിയനകത്ത്. സെഡ് ആക്സിസിന് ഈ എക്സ് സെഡ് പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ വരയ്ക്കുക പാരലൽ ആയിട്ട് കേട്ടോ, സെഡ് ആക്സിസിന് പാരലൽ ആയിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ലൈൻ എൽ എന്ന് പറയുന്ന ലൈൻ. നമ്മുടെ the line L through xz plane parallel to z axis enters R at ഇതിന്റെ ഇക്വേഷൻ എന്താ? z ഈക്വൽ ടു 0 ആണ് ഇവിടെ ഇക്വേഷൻ അല്ലെ? enters at z ഈക്വൽ ടു 0 and leaves R at ഇവിടെ ഇക്വേഷൻ എന്താ? z ഈക്വൽ ടു 1 മൈനസ് എക്സ് ആണ് ഈ ലൈനിന്റെ ഇക്വേഷൻ. അവിടെ പ്ലെയിന്റെ ഇക്വേഷൻ അല്ല നോക്കുന്നത്, ലൈനിന്റെ ഇക്വേഷൻ ആണ് നോക്കുന്നത്. അപ്പൊ z ഈക്വൽ ടു 0 ടു z ഈക്വൽ ടു 1 മൈനസ് എക്സ് കിട്ടും. ദീസ് ആർ ദ z ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ. ഇനി എന്ത് ചെയ്യുക? നമ്മുടെ എക്സിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഈ ലൈൻ
എൽ എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് ഇങ്ങനെ മൂവ് ചെയ്യും, എവിടെ വരെ മൂവ് ചെയ്യണം നോക്കുക. അപ്പൊ ദ ലൈൻ എൽ ഷുഡ് മൂവ് ഫ്രം എക്സ് ഈക്വൽ ടു 0 ടു എക്സ് ഈക്വൽ ടു 1 അല്ലെ, ടു കവർ എൻ്റെ റീജിയൻ ആർ. ദ ലൈൻ എൽ ഷുഡ് മൂവ് ഫ്രം എക്സ് ഈക്വൽ ടു 0 ടു എക്സ് ഈക്വൽ ടു 1 വരെ മൂവ് ചെയ്യണം. എക്സിന്റെ മാക്സിമം 1 മിനിമം 0 ആണ് ഇവിടെ വരുന്നത് അല്ലെ. അപ്പോ ദ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ ഓഫ് എക്സ് ആർ ദർഫോർ ഫ്രം എക്സ് ഈക്വൽ ടു 0 ടു എക്സ് ഈക്വൽ ടു 1 ആണ്. 3 ലിമിറ്റ് നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യാം, ഇന്റഗ്രേഷൻ ചെയ്താലോ. അപ്പൊ ദർഫോർ ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ dv ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ ഫസ്റ്റ് എക്സിന്റെ കൊടുക്കുക 0 ടു 1, പിന്നെ സെഡിന്റെ 0 ടു 1 മൈനസ് എക്സ്, പിന്നെ വൈന്റെ എക്സ് പ്ലസ് സെഡ് ടു 1 dy dz dx. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ഈ ഓർഡറിൽ എഴുതിയ ലിമിറ്റ് ഇങ്ങനെ വരും. ഇനി അടുത്ത ക്വസ്റ്റ്യനും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. മൂന്നാമത്തേത് ഇതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും, അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക.